ഇത് കസാക്കിസ്ഥാനിലെ എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കസാക്കിസ്ഥാനെക്കാട്ടിയും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉസ്ബെക്കിസ്ഥാനാണ്. അതെ, നമ്മൾ കസാക്കിസ്ഥാൻ പോകുന്ന സമയത്ത് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് അഫോർഡബിളായിട്ട് പോയി വരാൻ പറ്റിയിട്ടുള്ളൊരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ നിങ്ങൾ മൾട്ടി കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉസ്ബെക്കിസ്ഥാൻ വിസ വേണം നമുക്ക്. അപ്പോൾ നിങ്ങൾ നേരത്തെ വിസ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എളുപ്പത്തിൽ പോയി വരാൻ പറ്റിയിട്ടുള്ളൊരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പം ഞാൻ ഇവിടുന്ന് അൽമാട്ടിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ട്രെയിനും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല. പിന്നെ ഫോണത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനൊരു കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നതുകൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. комиссион фиш, а это как его? Окей. Please. കസാക്കിസ്ഥാനിലായി കഴിഞ്ഞാലും ഉസ്ബെക്കിസ്ഥാനിലായി കഴിഞ്ഞാലും നിങ്ങൾ മെയിനായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ബാരിയർ തന്നെയാണ്. അതല്ലാണ്ട് ഇവിടെ പിക്ക് പോക്കറ്റ് അങ്ങനത്തെ പരിപാടിയോ അല്ലെങ്കിൽ വേറെ തട്ടിപ്പ് പരിപാടിയൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ തലേ ദിവസം തന്നെ വന്നിട്ട് ഉസ്ബെക്കിസ്ഥാനിലോട്ടുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ട്രെയിൻ വരാൻ കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല തണുപ്പാണല്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് ബാരിയറിൻ്റെ ബുദ്ധിമുട്ട്. കാരണം ഇവിടെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയാൻ പറ്റൂ. പിന്നെ ഇവരുടെ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോം അതല്ലെങ്കിൽ സീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഒഫീഷ്യലായിട്ടുള്ള ആൾ തന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞു, പിന്നെ വേറെ ഒരാൾ ഇങ്ങോട്ടെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ നമ്മളെ ബോഗി കണ്ടുപിടിച്ചു. നമ്മളെ ടിക്കറ്റും അതേപോലെ തന്നെ പാസ്പോർട്ടും വെരിഫൈ ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് തായ്ലൻഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത്. എന്തായാലും ഇന്ത്യയിൽ കാണാത്ത സെറ്റപ്പ്, കുറഞ്ഞ റേറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ രാജധാനിയിലൊക്കെ ഫ്ലൈറ്റ് റേറ്റ് കൊടുത്തു പോകുന്ന ആ ഒരു സെറ്റപ്പിലുള്ള ട്രെയിനും കാര്യങ്ങളും ബെർത്തും കാര്യങ്ങളും ബോഗി പോലെ നമുക്ക് കൂപ്പ പോലെ നമ്മുടെ നാട്ടിൽ രാജധാനി ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമാണ് ഇതുള്ളത്. ഇവിടെ നോർമൽ ടിക്കറ്റിന് ഈ പറഞ്ഞ പോലെ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതും ഇന്ത്യനെക്കാട്ടിയും എത്രയോ താഴ്ന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. നൂർജാൻ ഇതാണ് എൻ്റെ ഒപ്പമുള്ള ആള്. ഇവിടെ 13, എൻ്റെ സീറ്റ് നമ്പർ 15. ഞാൻ ചുമ്മാ നമ്മുടെ നാടിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഈ ട്രെയിനകത്തുള്ള ബാത്റൂം ഫെസിലിറ്റിയും അതേപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഫെസിലിറ്റിയും
എന്തിനാ പറയുന്നത്, ഈ ട്രെയിനകത്ത് നമുക്ക് റെസ്റ്റോറൻറ്റ് അടക്കമുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, മാത്രമല്ല നമുക്ക് ബീവറേജും ഈ ട്രെയിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ട്രെയിനകത്ത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. അതിനപ്പുറത്ത് ഞാൻ ഇന്ത്യയെ കുറ്റം പറയുക അല്ലെങ്കിൽ വേറൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു ട്രെയിനകത്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. രാജധാനിക്കകത്തൊക്കെ ഈ ഫെസിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകുന്ന പൈസ കേരളത്തിൽ നിന്ന് പകുതി പോകാൻ നമുക്ക് ഗോവ വരെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ 1000 സംതിങ് രൂപയ്ക്ക് 2000 രൂപയ്ക്കൊക്കെയാണ് ഈ ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. നമ്മൾ ഷിംകന്ദിലെത്തി. കസാക്കിൽ നിന്ന് ഉസ്ബക്കിലോട്ട് ബൈ ലാൻഡ് പോകുന്ന സമയത്ത് ട്രെയിനിന് ഫൈനൽ സ്റ്റോപ്പ് വരുന്നത് ഷിംകന്ദിലാണ്. ഷിംകന്ദിൽ നിന്ന് നമുക്ക് അടുത്തതായിട്ട് ടാക്സി അല്ലെങ്കിൽ ബസ് എടുത്തിട്ട് നമുക്ക് ബോർഡറിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 100 കിലോമീറ്ററിൻ്റെ മേലെ നമുക്ക് പോകാനായിട്ടുണ്ട്. ഞാൻ പോയ സമയത്ത് ബസ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഷെയർ ടാക്സി വരുന്നുണ്ട്, അതാണ് ഒന്നുകൂടി ബഡ്ജറ്റായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ടാക്സി അല്ലെങ്കിൽ ഷെയർ ടാക്സി എടുത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ടാക്സിക്കകത്ത് കയറാണ്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ജനങ്ങൾ ഈ പറഞ്ഞ പോലെ ബോർഡറിലോട്ട് പോകുന്ന ആളുകൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ നല്ല റേറ്റ് പറയും. ഓക്കെ. Brigadir siyahtı da yanda. Solarga төлeymiz bu. Kayakı biramız asfaltlar akılda болып ketті қазір. Құдай ақылын берсін. Қазір бір нәрсе дей алмаймыз. Миі көп. ഫൈനലി നമ്മളങ്ങനെ കസാക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലോട്ട് എത്തി. നമ്മൾ അവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നേരെ ഉസ്ബെക്കിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ബോർഡറിൻ്റെ അവിടെ ഒരുപാട് പേര് കറൻസി എക്സ്ചേഞ്ച് എന്നുള്ള പേരിൽ ഒരുപാട് കെട്ട് നോട്ടുകൾ കൈ പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ ഞാൻ അവരെ കയ്യിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിക്കാരനെ ഈ ടാക്സിക്കാരനോട് തന്നെ നേരെ ATM പോയിട്ട് പൈസ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് താഷ്കന്ദിലോട്ടാണ് പോകേണ്ടത്. താഷ്കന്ദിൽ നിന്ന് നമുക്ക് ട്രെയിൻ എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുണ്ട്. ഫൈനലി അങ്ങനെ നമ്മൾ താഷ്കന്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ സമർക്കന്ദിലോട്ടുള്ള ടിക്കറ്റാണ് നോക്കുന്നത്. ഞാൻ നോക്കിയ സമയത്ത് ഇവിടുന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ഇവിടുന്ന് നമുക്ക് അഫ്രോസിയാബ് കിടക്കുന്നുണ്ടായി. കേട്ടിട്ടുണ്ടാവും ചിലപ്പം. ഫേമസ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു ട്രെയിനിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇതിൽ പോകുന്ന യാത്രയൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളും ആ ഒരു ട്രെയിൻ ജേർണി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റൊക്കെ വളരെ ചീപ്പാണ്. നിങ്ങളൊരു പക്ഷേ ഉസ്ബെക്കിസ്ഥാൻ കവർ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഈ ട്രെയിൻ മിസ് ചെയ്യാണ്ടിരിക്കുക.
അങ്ങനെ നമ്മൾ സമർക്കന്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. എനിക്ക് സമർക്കന്തിൽ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലങ്ങളും മാക്സിമം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ടാക്സിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ പുറത്ത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടാക്സിക്കാർ ഈ പറഞ്ഞ പോലെ സ്പോട്ടും കാര്യങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും. അവരോട് നിങ്ങൾ മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പല സ്ഥലത്തും ലാഗ് അടിപ്പിക്കേണ്ട എന്നുള്ള രീതിക്ക്, പിന്നെ അത് കട്ട് ചെയ്ത് പാർട്ടായിട്ടൊന്നുമല്ല ഞാൻ ഇട്ടത്. ഒരുപാട് പേര് ഇത് കാണുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ബോറടിപ്പിക്കേണ്ട എന്നുള്ള രീതിക്ക് 2xലും 4xലൊക്കെയാണ് മാക്സിമം പല സ്ഥലങ്ങളും ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 2xൽ ഇടുന്നില്ല. കാരണം എൻ്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ് ആവുമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ലെവലിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ സ്പീഡ് കൂട്ടുന്നില്ല. Just that stone was brought from Blue Palace of Timur. Palace of Timur, it was 500 meters up and it was 34 hectares. Timur, he lived and he ruled 27 countries from that palace. But unfortunately, in 1868, when he came General Kaufman, he destroyed that palace of Timur until the foundation. From that palace left us only just these stones. This big stone, it was the throne stone of Timur. Just it was the foundation of throne. On the stone was wooden chair of Timur, which he set, but that wooden parts didn't save till us. And the stones was found instead of bathroom of palace. Just they use it as a bathtub. We can say this stone jacuzzi from 14th century. It's a handmade jacuzzi, it made from one huge stone. And the stones, it was a piece of column. There was stones column and wooden column. Wooden column, it was on it. It's a foundation of stones column. It's a middle of stones column. And that stones we calling minbar. If you enter the mosque, there is special place for imam. Do you know imam? Leader of Islam. For praying, when they get up and they teach Quran to people. And to this corner, you can see ruins of the two towers. To this corner, to that corner, there was also two same towers. That two towers and madrasa, it was destroyed in 1620 during the earthquake. Sometimes in Uzbekistan also we have big earthquake. For example, the last biggest earthquake, it was in Tashkent in 1966. At that time, the Tashkent city, it was fully destroyed. And it was started to build new city from 1970. But before that, it was in Samarkand. And the height of that madrasa, it was equal with that wall. And his small mausoleum, he is buried, grandson of Timur. If you can enter. And grandson of Timur, Abu Said, is his family. It's the grave of Abu Said. He was the ruler of Samarkand after Ulughbek, from 1451 till 1469. And the feet of Abu Said buried his wife. And there is some, that grave is very small. They was son of Abu Said. They died very earlier, younger. That's why that gravestone is very small. In the past, they didn't make any vaccine. That's why entrance site, it was built after 20 years, in 1424 by Ulughbek. And from that time, just this entrance, so it's original, to this door being 599 years old. Just downstairs as the top of wood, it's a renovated, changed, but it's the original door from that time. And from that time, just this door is original, I said. And here I have written Artabat Bakhairbat. It means if end is right, all is right. Before doing something, you should think about the ending also, about your end also. Only this door is original. And it's the old version of this place. Till the beginning of the 17th century, here was like this. Till now, just this blue place, it's a saving, keeping place. That brick scala, madrasa and dormitory, and the two towers, and the second part of towers, it was destroyed during the earthquake. And the entrance portals, there I have written the name of architect also. Muhammad ibn Mahmud Amal Isfakhani. The architect was from Isfahan, from Iran, and his name was Mahmud. It was like this. Iran, right? Yes, Iranian architect. Shahrisabz, it's the birthplace of Timur. Okay. And it's the empire of Timur. He was born in 1336 in Shahrisabz. Shahrisabz, it's 90 kilometers from Samarkand. But in the red line, green places, it's the empire of Timur. All of that countries was called the name of Turan. And capital of Turan was Samarkand.
Outside of this red line, yellow colors, it was under control of Timur's state. Timur, he conquered 27 big countries and he ruled 3 continents also. Look, all of these countries, it's included of Asia continent. Turkish, it's included of Europe continent. He took Egypt also. Egypt, it's included of Africa continent. That's why on the flag of Timur there was emblem of 3 ring. It means king of 3 continent, Asia, Europe and Africa. And he died in 1405 in Utrar. Utrar now it's territory of Kazakhstan because in 1404 he was going to conquer whole China, but he died before his plan. Because at that year the winter came very cold and he catched cold from his mind. Pneumonia, and he died in 69 years old in Utrar. Then his body brought in Samarkand and buried in the mausoleum of his grandson. After that, this place was called Gur Emir. It means grave of Emir. His empire, it was the last biggest empire after Alexander Great and Genghis Khan. See? It's a fairy tale of Amir family. He had 4 sons. His eldest and second son buried in Shahrisabz in his birthplace, and his third and fourth sons buried with Timur to this place. Timurid's sons, they ruled that big empire after Timur almost 100 years, till 1501. But the North India, Babur and his descendants, they ruled just North India till middle of the 19th century, till 1858, till Britain conquered India. When Britain conquered India, they killed even the kids. That's why at the end they died in the same year. Totally, Timur and his descendants, they ruled the empire from 1370 till 1858. 488 years they ruled the empire. But to the North India, his descendants was famous with the name of Mughal Empire. Because Babur, he changed the name of empire. Because his mother also, she was from Mughal tribes. That's why he called himself a Mughal. But they were descendant of Timur from his 3 sons. The Babur is son of the Miran Shah. Russia? Grandson of Grandson, this is from Yes. Kerala, India, right? Yes, he found the throne of India. Mughal Empire, right? Mughal Empire. He changed the name of empire, Mughal Empire. But they wasn't connected with the Genghis Khan. They were descendant of Timur. See, he was the son of Umar Shaykh. Okay. He was the son of Umar Shaykh. In India, the Taj Mahal also was built by Shah Jahan. See, Okay. Babur's son Humayun, Humayun's son's Akbar, Akbar's son's Jahangir, Jahangir's son's Shah Jahan. Okay. It's a mausoleum of Amir Timur, I said this mausoleum, it was built in 1404 by Timur for his grandson. This is the first grave, it's a grave of Muhammad Sultan. This mausoleum was built for him at the beginning. When Timur he died in 1405, his body also brought in Samarkand and buried in the mausoleum of his grandson. But in the middle, black tomb, it's a grave of Timur, black one. On the head of Timur buried his master, teacher, Mir Said Baraka. Timur he ordered before his death, when I died, my body put under my teacher's feet. For his last wish, by his son Shokhrukh, his teacher's grave moved from Afghanistan and put on the head of Timur. And on the feet of Timur buried his grandson Mirza Ulughbek. You know Ulughbek? He was a great astronomer. And he was built first observatory in Samarkand. From that observatory he counted 1018 stars. He was a great scientist. And Timur's right side buried his 2 sons, Shokhrukh and Miran Shah. And there are also 2 small graves. They were son of Ulughbek. They died very earlier, younger. That's why that gravestone is very small. What in the fence buried Timurid's family. Outside of fence buried Said Umar. He was also teacher of Timur from religion sites. And he was holy man. That's why on the grave of his hanging hair of horse hair. We call it Tuch. Tuch, it means he buried holy man. It's a symbol of holy man. And his real grave is being 4 meters down in the crypt. Just we are standing in the visiting hall. Till 1424, entrance was from that door, from middle door, and that stick also original. That stick hung curtain. Who came here to visit, they couldn't enter inside from his head side, just they were.
സെറാമിക് ജാർ അത് നോക്കണ്ടോ. സമർക്കന്ത് കണ്ടു കഴിഞ്ഞ് ഞാൻ അന്നേ ദിവസം തന്നെ നേരെ താഷ്കന്തിലോട്ട് തന്നെ തിരിച്ചു പോന്നു. താഷ്കന്തിൽ ഞാൻ തിരിച്ചു പോന്നിട്ട് ഞാൻ എടുത്ത ഒരു ഹോസ്റ്റലാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ റുപ്പി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്കിവിടെ അഫോർഡബിളായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. സ്റ്റേ ചെയ്യാനായാലും ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് വളരെ അഫോർഡബിളായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനെടുത്ത ഒരു ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് താഷ്കന്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അത്യാവശ്യത്തിനുള്ള കൂൾ ഡ്രിങ്ക്സ് അവിടെ മനുഷ്യൻ്റെ ബാത്റൂം. ചെയ്യാനുള്ള ഫെസിലിറ്റി. ഇതാണ് ഞാൻ നിന്ന സ്പേസ്. എൻ്റെ ലോക്കർ, ഓരോ ആൾക്കാർക്കുള്ള ലോക്കർ.
പച്ചക്കറികളൊക്കെ ഉള്ള പച്ചക്കറി കട, ഫ്രൂട്ട്സ് കട നിൽക്കുന്നു രണ്ട് സൈഡിലും. ഫ്രൂട്ട്സ് ആയിട്ടും പച്ചക്കറി ആയിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സൈഡിൽ നീക്കണം. അരി സാധനങ്ങൾ, ചിക്കൻ, പാലിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ. രണ്ട് നില ആയിട്ടാണ് ഇവിടെ ഈ ഒരു മാർക്കറ്റുള്ളത്. രണ്ടാമത്തെ നിലയിൽ മൊത്തത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ. Zapron, very good. Omar. Это Рустам Кощей.
അങ്ങനെ ഫൈനലി നമ്മൾ താഷ്കന്തിൽ നിന്ന് ഡയറക്റ്റ് അൽമാട്ടി ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ബോർഡറിലെ പരിപാടികളൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ട്രെയിൻ സർവീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രെയിനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ട്രെയിനിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളാണ്. ഇൻ കേസ് നമ്മളൊരു ഫ്ലൈറ്റിൽ കയറിയാൽ പോലും നമുക്ക് ഇത്രയും സാധനങ്ങൾ ഫ്ലൈറ്റിൽ നമുക്ക് കിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ കയറേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഒരു 2000-3000 റേഞ്ചിലുള്ള ഒരു ട്രെയിൻ ജേർണിയിലാണ് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റും കാര്യങ്ങളും ഇത്രയും ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നത്. അതും ഇന്ത്യനെക്കാട്ടും എത്രയോ താഴ്ന്നിട്ടുള്ളൊരു കൺട്രിയിൽ. ഓക്കെ, ഒരു ഓവർനൈറ്റ് ജേർണി ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് കസാക്കിസ്ഥാൻ, നമ്മൾ അങ്ങോട്ട് പോയ സമയത്തുണ്ടായിരുന്ന കസാക്കിസ്ഥാനല്ല. ഒബ്വിയസ്ലി കസാക്കിസ്ഥാനിൽ ഒരുപാട് സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനായിട്ടുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ സ്നോഫോളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്താണ് ഇത്തരം കാഴ്ച കാണുന്നത്. അപ്പോൾ വിൻ്റർ സമയത്ത് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാനൊക്കെ പോകുന്ന ആളുകൾ മസ്റ്റായിട്ട് ഇതിനൊക്കെ ആപ്റ്റായിട്ടുള്ള ക്ലോത്തും അതേപോലെ തന്നെ ജാക്കറ്റും കാര്യങ്ങളും, ഏത് ക്ലൈമറ്റിനും പറ്റുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് മാത്രം പോവുക. Alt çıvalanlar, yukarı çıkıp. Sen bugün de verdim. İyi sana. Uyanın git buraya. അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇവരെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഈ സ്നോയിലും ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്നുണ്ട്. എൻ്റയർലി ഡിഫറെൻ്റ് ആയ പോലെയാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും കണ്ടിട്ട്. എന്തെന്നെ ആയാലും ഈ വീഡിയോ ഇങ്ങനെ വോയിസ് കൊടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ അല്ല, ചുമ്മാ കണ്ടിരിക്കാം എന്നുള്ള രീതിക്ക് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിഷ്വലും അതേപോലെ തന്നെ ഓഡിയോ ഞാൻ കൊടുത്തതും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കും അറിയാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ചുമ്മാ നിങ്ങൾ 50,000-60,000 രൂപ കൊടുത്തിട്ടൊന്നും ഈ പറഞ്ഞ കസാക്കിനകത്തോ ഉസ്ബെക്കിനകത്തോ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോയി വരാൻ പറ്റിയിട്ടുള്ളൊരു കൺട്രിയാണിത്.